Smile exam. Question number 22. The sum of the first 15 terms of an arithmetic sequence is 495. The fifth term is 21. What is the eighth term? 15th term നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. Sum of 15 term. S15 equal to 495. X8 എന്ന് പറയുമ്പോൾ മിഡിൽ ടേം ആണ്. മിഡിൽ ടേം കാണാനുള്ള ഇക്വേഷൻ സം ബൈ നമ്പർ ആണ്. 495 ബൈ S15 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 33 കിട്ടും. അപ്പോൾ S15 എന്നുള്ളതിൻ്റെ മിഡിൽ ടേം ആണ് X8 എന്ന് പറയുന്നത്. അതുകൊണ്ട് മിഡിൽ ടേം കാണേണ്ട ഇക്വേഷൻ സം ബൈ നമ്പർ. ബി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? നമുക്കിവിടെ X5 21 തന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് X8 33 എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഡി കാണാനുള്ള ഇക്വേഷൻ നോക്കുക. ഡിഫറൻസ് ഓഫ് ടേംസ് ബൈ ഡിഫറൻസ് ഓഫ് പൊസിഷൻ. 33 21 8 5 കുറക്കുക. 12/3 അല്ലെ 12/3 കിട്ടും. അപ്പോൾ 4 ആണ് ആൻസർ വരിക. അടുത്തത് നമുക്ക് S9 കാണണം. അതായത് സം ഓഫ് 9 ടേംസ്. S9 ഈക്വൽ ടു അത് നമുക്ക് ഇവിടെ ഉള്ളതുപോലെ തന്നെ ഇവിടെ നമ്മൾ മിഡിൽ ടേം S15 495 കണ്ടിട്ട് മിഡിൽ ടേം കാണുമ്പോൾ സം ബൈ നമ്പർ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ സമ്മ് കാണാൻ വേണ്ടിയിട്ട് മിഡിൽ ടേം ഇൻറ്റു അതായത് 9 ഇൻറ്റു 21 എന്നുള്ള ഇതിലാണ് വരിക. 21 എന്ന് പറയുന്നത് മിഡിൽ ടേം ആണ്. അതുകൊണ്ട് S9 കാണുമ്പോൾ X5 ആണ് മിഡിൽ ടേം ഉണ്ടാവുക. 21 ഇൻറ്റു 9 കണ്ടാൽ മതി. ഡ്രോ ദ X ആൻഡ് Y ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിൻറ്റ്സ് ഗിവൺ ബിലോ. എക്സും വൈയും ആക്സിസ് പറഞ്ഞിട്ട് A -6 -2, B 0 -2, C 3 2, D -3 2. ഈ പോയിന്റ് അടയാളപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ സ്യൂട്ടബിൾ നെയിം? നമുക്കൊരു പാരലോഗ്രാം ആണ് കിട്ടുക. From the top of a building, child sees the top of nearby tower at an angle of depression 30 degree and the foot of the tower at an angle of depression 60 degree. The height of the building is 50 meter. Draw rough figure. Find the height of the tower. ഒരു കുട്ടി നിൽക്കുന്നത് ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്. ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു ടവർ കാണുന്നത് ഡിപ്രഷൻ അതായത് കീഴ്ക്കോണിലാണ് കാണുന്നത്. അപ്പോഴും മനസ്സിലാക്കാം ബിൽഡിങ്ങിനാണ് ഉയരം കൂടുതൽ. കാരണം ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്കാണ് നോക്കുന്നത്. താഴേക്കുള്ള കീഴ്ക്കോണാണ് 30 ഡിഗ്രി വരുന്നത്. അപ്പോൾ മേലെ ഏറ്റവും കൂടുതൽ ഉയരമുള്ളത് ബിൽഡിങ്ങും ചെറുത് ടവറുമാണ്. പിന്നെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ ടവറിൻ്റെ താഴേക്ക് നോക്കുന്നതും ഡിപ്രഷൻ തന്നെയാണ്. അത് 60 ഡിഗ്രിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫിഗറാണ് ഇനി വരക്കാൻ പോകുന്നത്. നമ്മുടെ ബിൽഡിങ്ങിനാണ് ഏറ്റവും ഉയരം കൂടുതൽ. ഇവിടെയാണ് കുട്ടിയുള്ളത്. കുട്ടീൻ്റെ ഉയരം പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ഇവിടെ ആയിട്ട് എടുക്കാം. ഇവിടെയാണ് ആൾ നിൽക്കുന്നത്. ഇവിടുന്ന് ഇതാണ് ടവർ. ഇവിടുന്ന് ടവറിൻ്റെ ഇവിടെ നോക്കുമ്പോൾ അവിടെ എന്തുണ്ടാവുന്ന ആംഗിൾ ഉണ്ടാവും, ഡിപ്രഷൻ ആംഗിളാണ്. അപ്പോൾ സ്ട്രെയിറ്റ് വ്യൂവിൻ്റെ ഇവിടെയാണ് നമ്മുടെ ആംഗിൾ വരിക 30 ഡിഗ്രി എന്ന് പറയുന്നത്. പിന്നെ കുട്ടി എന്ത് ചെയ്യുന്നു? നമ്മുടെ ടവറിൻ്റെ താഴേക്ക് നോക്കുന്നു. ഇവിടുന്ന് താഴേക്ക് നോക്കുന്നു. അപ്പോൾ അവിടെ വരുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പം ഇങ്ങനെയാണ്, അതായത് സ്ട്രെയിറ്റ് വ്യൂവിൻ്റെ ഇവിടെയാണ് ആംഗിൾ വരിക, അല്ലാണ്ട് ഇവിടെയല്ല വരിക. സ്ട്രെയിറ്റ് വ്യൂവിൻ്റെ ഇവിടെയാണ് വരിക. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് ഇവിടെ 30 ഡിഗ്രി വരും, പിന്നെ 60 ഡിഗ്രി വരും. നമ്മുടെ ആദ്യത്തെ ഫിഗറിൽ ഇവിടെ 60 ഇവിടെ 30 ആണ് വരുന്നത്. ഇവിടെ 30 വരുമ്പോഴും ഇവിടെ 60 വരുമ്പോഴും നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. അതുപോലെ ബിൽഡിങ്ങിൻ്റെ ഉയരം നമുക്ക് 50 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇവിടെ കാണുന്ന ഈ റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഡിപ്രഷനിൽ ഉണ്ടെങ്കിലും നമുക്കിവിടെ 30 60 90 എന്നുള്ള റേഷ്യോ ഉപയോഗിക്കാൻ പറ്റും. 13ൻ്റെ ഓപ്പോസിറ്റ് 1, 16ൻ്റെ ഓപ്പോസിറ്റ് √3, 90ൻ്റെ ഓപ്പോസിറ്റ് 2. ഇതാണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് അളവുകൾ തരുന്ന സമയത്ത് 16ൻ്റെ ഓപ്പോസിറ്റ് നമ്പർ തന്നാൽ നമ്മൾ എടുക്കുക 13ൻ്റെ ഓപ്പോസിറ്റ് ആ നമ്പർ ബൈ √3 ആണ് വരിക. പിന്നെ ഈ സൈഡിൻ്റെ ആവശ്യം നമുക്കില്ല ഇവിടെ, അതുകൊണ്ട് എഴുതുന്നില്ല. എങ്കിലും നമുക്ക് 10/√3 ആണ് വരിക. അതായത് 13ൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ ഡബിളാണ് വരിക. ഓർമ്മിക്കേണ്ടത് 16ൻ്റെ ഓപ്പോസിറ്റ് നമ്പർ വന്നാൽ ആ നമ്പർ ബൈ √3 ആണ് 30 ഓപ്പോസിറ്റ് വരിക എന്നുള്ള കാര്യം മാത്രമാണ്. ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ഇത്ര വരെ 60 ആണ്. അപ്പോൾ പിന്നെ ഇവിടെ 30 ആണ് വരിക. അല്ലെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആംഗിൾ മറുകോൺ എന്നുള്ള ഇതിൽ പ്രകാരം ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 60 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ 60 ആകുമ്പം ഇത്ര വരെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇത് 90 ഡിഗ്രി അല്ലേ വരിക. ഇത് ഇവിടെ ഇങ്ങനെ എൽ ഷേപ്പ് വരുന്നത് കൊണ്ട് ടോട്ടൽ 90 ഡിഗ്രി വരിക. അപ്പോൾ ഇത്ര വരെ 60 ആണെങ്കിൽ ഇവിടെ 30 ആയിരിക്കും. അപ്പം 30 ഇവിടെ 60 ആയിരിക്കും. 16ൻ്റെ ഓപ്പോസിറ്റ് 50 വന്നാൽ 13ൻ്റെ ഓപ്പോസിറ്റ് 50/√3 വരും.
നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. ഇനി ഇവിടെ വേറൊരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട് CED എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ 50/√3 ആണെങ്കിൽ EDയും 50/√3 വരാം. അപ്പോൾ അവിടെയും നമുക്ക് റേഷ്യോ വന്നിട്ടുണ്ട്. കാരണം എന്താണ്, നമുക്ക് ഇവിടെ എന്താണ് 30 ആണ്, ഇത് 30 ആണ്. നമ്മൾ ഫിഗർ മാത്രം നോക്കുക. ഈ CD എന്ന് പറയുന്ന ലൈനിൻ്റെ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, ഒരു 30 ഉണ്ട്. അപ്പോൾ ഇവിടെ 30 ആണ് വരിക. കാരണം എന്താണ്, ഇത് എന്താണ് ഓൾട്ടർനേറ്റ് ആംഗിൾ മറുകോണാണ്. അല്ലെങ്കിൽ ഇവിടെ 30 വന്നാൽ ഇപ്പുറം ഇത് ഇത്ര വരെ 60 ആണ് വരിക. ഈ CED മാത്രം നോക്കുക, CED മാത്രം നോക്കുക. ഇവിടെ 30 വന്നാൽ ഇവിടെ 60 ആയിരിക്കും. 60 വന്നാൽ പിന്നെ ഇവിടെ 30 ആണ് ഉണ്ടാവുക. ഇനി നമ്മുടെ 13ൻ്റെ ഓപ്പോസിറ്റ് എന്താ പറയുക, നമ്മളിപ്പം 16ൻ്റെ ഓപ്പോസിറ്റ് ഏത് നമ്പറാണോ തന്നിട്ടുള്ളത് അത് √3 എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എന്താ വരിക, 50√3/√3 എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മൾ CE കാണുമ്പോൾ 50√3/√3 എന്ന് പറയും. അതായത് 16ൻ്റെ ഓപ്പോസിറ്റ് നമ്പർ അറിയെങ്കിൽ 13ൻ്റെ ഓപ്പോസിറ്റ് വരിക ആ നമ്പർ √3 ആണ്. അപ്പോൾ 50√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ബൈ വരുമ്പോഴത് 50/√3 × √3 എന്ന് വരും. അതായത് ഈ √3 ഇവിടത്തേക്കാണ് വരിക. അപ്പോൾ അത് 3 ആയിട്ട് മാറും. 50/3 ഡിവൈഡ് ചെയ്താൽ 16.666 എന്ന് വരിക. 16.7 റൗണ്ട് ചെയ്തെടുക്കുന്നു. ഹൈറ്റ് ഓഫ് ടവർ കാണാൻ 15ൻ്റെ അകത്ത് 16.7 മൈനസ് ചെയ്യാം. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 15.0 എന്ന് എടുക്കാം. 0 എന്ന് എടുക്കുമ്പോൾ 0 എന്നുള്ളത് 10 ആവും, ഇവിടെ 9 ആവും, ഇവിടെ 4 ആവും. കാരണം ഇവിടുന്ന് ബോറോ ഇവിടെ കൊടുക്കും 10 ആവും. അപ്പോൾ ഇവിടുന്ന് ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ 10 ആയിട്ട് ഇവിടെ 9 വരും. അത് സബ്ട്രാക്ട് ചെയ്താൽ 33.3 ആണ് കിട്ടുക. Next question number 25. In the figure, circle touches the sides of triangle ABC at point PQR. BAC 60 degree, ABC 50 degree. അപ്പം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിത്രമാണ്. 5 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇതല്ല. 60, 50, 60യും 50യും 110 110 വരും. അപ്പോൾ ഇവിടെ 70 ആണ് വരാം. ഇവിടെ 70 ആണെങ്കിൽ മൊത്തം നമുക്ക് ഈ ട്രയാങ്കിൾ അതായത് AQC എന്ന് പറയുന്നത് 55 വരും. കാരണം ഏത് ട്രയാങ്കിൾ ആയാലും 180 വരിക. 150 കുറച്ച് 110. അപ്പോൾ 55 55 രണ്ടും സെയിം ആയിരിക്കും. പിന്നെ ഇവിടെ 60 ആകുമ്പോൾ പിന്നെ നോക്കാനൊന്നുമില്ല, രണ്ടും 60 തന്നെ ആയിരിക്കും. പിന്നെ ഇവിടെ വരുന്നത് 50ൻ്റെ അകത്തുനിന്ന് 180 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 130. അപ്പോൾ ഇവിടെ 65 വരും. ഇനി ഓർമ്മിക്കേണ്ടത് ഇവിടെയും 65 ആണെങ്കിൽ അതിൻ്റെ നേരെ, അതായത് ഈ PQ എന്നുള്ള ലൈനിൻ്റെ നേരെ ഇവിടെ വരുന്നത് സർക്കിളിൽ വരുന്നതും സെയിം ആയിരിക്കും. അതുപോലെ ഇവിടെ 60 ആണെങ്കിൽ ഈ ലൈനിൻ്റെ, അതായത് ഈ കോഡിൻ്റെ PR എന്നുള്ളതിൻ്റെ ഇവിടെ വരുന്നത് 60 ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും 55 ആണെങ്കിൽ അതിൻ്റെ ഈ ലൈനിൻ്റെ നേരെ ഇവിടെ വരുന്നത് 55 ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെയുള്ള ഓരോ ആംഗിളും കണ്ടെത്തിയിട്ടുള്ളത്. Draw a triangle with 2 sides 5 and 6 cm and the angle between them is 70 degree. Draw in circle of the triangle. Measure and write the radius of the circle. ഫസ്റ്റ് നമുക്ക് 6 cm ഉള്ള ലൈൻ വരക്കാം. പിന്നെ നമ്മൾ എടുക്കേണ്ടത്, നമുക്ക് 2 ലൈനും അത് കൂട്ടിമുട്ടുന്ന ഇവിടെയുള്ള ആംഗിളാണ് 70 തന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, 70 ഡിഗ്രി എടുക്കുക. 70 ഡിഗ്രി എടുക്കുന്ന ആ ലൈനിൻ്റെ നീളം 5 എടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. പിന്നെ നമ്മൾ കോമ്പസ് എടുത്തിട്ട് ഇത് വരയുന്നത് മുന്നേ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ കോമ്പസ് എടുത്തിട്ട് ചെറിയൊരു ആർക്ക് വരക്കുക. പിന്നെ ഇവിടുന്ന് അതായത് ഇങ്ങനെയും ഇവിടുന്ന് ഇങ്ങനെയും വരച്ചിട്ട് തന്നെ ആംഗിൾ ബൈസെക്ടർ വരയുന്ന രീതി. പിന്നെ ഇവിടെയും എന്ത് ചെയ്യുക, അതേപോലെ കോമ്പസ് കൊണ്ട് ഇങ്ങനെ ആക്കുക. ഇവിടുന്ന് ഇങ്ങനെ ആർക്ക് വരക്കുക, ഇവിടുന്ന് വരക്കുക, അതിങ്ങനെ കൂട്ടിമുട്ടുക. അപ്പോൾ 2 എണ്ണം തന്നെ കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും. ആ പോയിന്റിൽ വെച്ചിട്ട് സർക്കിൾ ഇതുപോലെ ഇങ്ങോട്ട് വരച്ചു കൊടുത്താൽ മതി. ഇനി ഇവിടെയും വേണ്ടിക്ക് നമ്മൾ പോയിന്റ് ഇതേപോലെ നമ്മളിങ്ങനെ വരച്ചിട്ട് ആംഗിൾ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ അതും ഈ പോയിന്റിലൂടെ തന്നെയാണ് കടന്നു പോവുക. ഇത് ട്രൈ ചെയ്ത് നോക്കുക, നല്ല നീറ്റായിട്ട് വരയാൻ പറ്റും. അന്തർവൃത്തം വരേണ്ട ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, 5 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണത്. ഈ 25ഉം 26ഉം ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുപോലെ 28ഉം ഇതേ മോഡൽ ഷുവറായിട്ടും ഉണ്ടാവും. 27 in the figure, a hemisphere of diameter 4 cm cut out from a cylinder of height 6 cm and diameter 4 cm. Calculate the volume of cylinder, find the volume of remaining part. അതായത് ഈ സിലിണ്ടറിന് ഇങ്ങനെ ഒരു ഹെമിസ്ഫിയർ കട്ട് ചെയ്താൽ ഈ ബാക്കി ഭാഗം, അതായത് കളർ ചെയ്യാത്ത ഭാഗത്തിൻ്റെ ഏരിയ ആണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വോളിയം ഓഫ് സിലിണ്ടർ കാണുക. വോളിയം ഓഫ് സിലിണ്ടർ 24π വരും.
പിന്നെ വോളിയം ഓഫ് ഹെമിസ്ഫിയർ കാണുക. ഹെമിസ്ഫിയറിൻ്റെ വോളിയം കാണാൻ ഇക്വേഷൻ 2/3 πr³ ആണ്. റേഡിയസ് 2³ ആണ്. റേഡിയസ് സിലിണ്ടറിൻ്റെ റേഡിയസും നമ്മുടെ ഹെമിസ്ഫിയറിൻ്റെ റേഡിയസും സെയിം തന്നെയാണ്. ഡയമീറ്റർ 4 ആകുമ്പോൾ റേഡിയസ് 2 ആണ് വരിക. അങ്ങനെ വോളിയം ഓഫ് ഹെമിസ്ഫിയർ 2/3 π × 2³ വരും. 2³ എന്ന് പറയുമ്പോൾ 2 × 2 × 2 8 വരും. 8 × 2 16 π/3 എന്ന് വരും. വോളിയം ഓഫ് റിമൈനിങ് പാർട്ട് എന്ന് പറയുന്നത് ടോട്ടൽ, അതായത് സിലിണ്ടറിൻ്റെ വോളിയത്തിൽ നിന്ന് ഈ കട്ട് ചെയ്തത് അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യുക. 24 π - 16 π/3. അപ്പോൾ ഇവിടെ /1 ഇട്ട് കൊടുക്കുക നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 24 നമ്മുടെ ഡിനോമിനേറ്ററിൽ 1 ആയതുകൊണ്ട് 24 π × 3 - 16 π/3 വരും. അപ്പോൾ 72 - 16 π/3 അങ്ങനെ 56 π/3 ആണ് ആൻസർ വരിക. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 28 ആണ്. 28 ദ ടേബിൾ ബിലോ ഷോസ് ദ ഡെയിലി വേജസ് ഓഫ് എംപ്ലോയീസ് ഇൻ എ ഫേം. വാട്ട് ഈസ് ദ മീഡിയൻ ക്ലാസ്? ഫൈൻഡ് ദ മീഡിയൻ ഡെയിലി വേജ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കോളത്തിന് മാറ്റി ഡെയിലി വേജസ് അപ് ടു 254, പിന്നെ നമ്മളവിടെ കാണിച്ചിരിക്കുന്ന നമ്പേഴ്സ്, അതായത് ഓരോന്നും നമ്മുടെ അപ് ടു 250 വരുമ്പോൾ 4 ചെയ്തു, അപ് ടു 300 വരുമ്പോൾ 4 + 5 9 എന്നാണ് ചെയ്തത്. അതായത് 300 വരെ എന്ന് പറയുമ്പോൾ ഇതും കൂടെ വരും അതിൻ്റെ കൂടെ, അതായത് 4 + 5 9 ആണ് വരിക. പിന്നെ 350 വരെ എന്ന് പറയുമ്പോൾ 9നോട് 8 ആഡ് ചെയ്യാം. 400 വരെ എന്ന് പറയുമ്പോൾ വീണ്ടും 10 ആഡ് ചെയ്യാം. 450 അപ് ടു 450 എന്ന് പറയുമ്പോൾ 8ഉം കൂടെ ആഡ് ചെയ്യാം. 500 എന്ന് പറയുമ്പോൾ 5ഉം കൂടെ ആഡ് ചെയ്യാം. അപ്പം അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 40 ആണ് കിട്ടുക. 40 ഈവൺ നമ്പറാണ്. 40/2 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ 20 21 നമ്മൾ മീഡിയം കാണുന്ന സമയത്ത് ഈവൺ നമ്പർ ആകുമ്പോൾ 20ഉം 21ഉം 20ഉം 21ഉം വരുന്ന നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫാണ് എടുക്കാം. ഓഡ് നമ്പർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 1 ആഡ് ചെയ്തിട്ട് /2 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ആൻസർ ഒറ്റൊരു ആൻസർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇപ്പോൾ നമുക്ക് 2 റേഞ്ചിലാണ് ആൻസർ ഉണ്ടാവുക, 20ക്കും 21നും. 40/2 ഈവൺ നമ്പർ ആയതുകൊണ്ട്. ഇപ്പോൾ ഇവിടെ ഡി കാണാം. ഡി കാണുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 40/2 എന്ന് പറയുമ്പോൾ 20 എന്ന് പറയുമ്പോൾ 17ഉം 27ഉം ഇടയിലാണ്. ഇത് മീഡിയം കാണേണ്ട വേറൊരു ടൈപ്പ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. x1 - x2 x1 x - x1 x2 - x1 = y - y1 y2 - y1 എന്നുള്ള ഒരു ഇക്വേഷനിൽ മീഡിയൻ കാണേണ്ട മെത്തേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മീഡിയം കാണാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ, അല്ലാണ്ട് നമ്മുടെ 25th പൊസിഷൻ അങ്ങനെയൊക്കെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വേറൊരു സ്റ്റെപ്പ് കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും വീഡിയോ പോയി കാണുക. ഡി കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ 20 വന്നതുണ്ടല്ലോ, 17ഉം 27ഉം ഇടയിലാണ്. അപ്പോൾ 400 - 350 എന്ന് പറയുന്ന നമ്പർ, ഇത് രണ്ടിനും ഇടയിലാണ് നമ്മുടെ 20 എന്ന് പറയുന്നത്. 400 - 350/27 - 17 എടുക്കാം. ആ ഡിഫറൻസ് 5 ആണ് കിട്ടുക. അപ്പോൾ 5 ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ 350 മുതൽ 5 ഡിഫറൻസിൽ 400 വരെ എഴുതാം. 350 മുതൽ 5 ഡിഫറൻസിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് 400 വരെ. പിന്നെ ഇവിടെയുള്ള നമ്മുടെ ഫ്രീക്വൻസി നമ്പർ ഓഫ് എംപ്ലോയീസിന് 17 എഴുതാൻ പാടില്ല. 18 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 18 19 27 വരെ എഴുതാം. അങ്ങനെ ഈ 2 നമ്പറിൻ്റെയും ഇവിടെ 18 എഴുതും. ഈ 2 നമ്പറിൻ്റെയും മിഡിൽ 19, ഈ 2 നമ്പറിൻ്റെ ഇടയിൽ 20, ഈ 2 നമ്പറിൻ്റെ ഇടയിൽ 21, അങ്ങനെയാണ് എഴുതിയിട്ട് പോകുക. അതിൽ ആദ്യം നമ്മുടെ മീഡിയം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈവൺ നമ്പർ ആയതുകൊണ്ട് 40/2 20 21 എന്നുള്ളത് അർത്ഥത്തിലുണ്ട്. അപ്പോൾ 20 എടുക്കുമ്പോൾ ഇത് രണ്ടിൻ്റെയും മിഡിലിൽ വരുന്നത് 360ന് 365 പ്ലസ് ചെയ്തിട്ട് പകുതിയാക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ മിഡിലിൽ വരുന്ന നമ്പർ 360ഉം 365 5ആണ് ഡിഫറൻസ്. 5ൻ്റെ പകുതി 2.5 ആണ്. അപ്പോൾ ഇവിടെ 360നോട് 2.5 കൂട്ടിയാൽ 362.5 വരും. പിന്നെ 21ൻ്റെ 365നോട് 2.5 കൂട്ടും, അപ്പോൾ അത് 367.5 വരും. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് /2 എടുക്കാം. അപ്പോൾ 730/2 635 എന്നാണ് ആൻസർ വരിക. ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ലുക്ക് അറ്റ് ദ ഫോളോയിങ് നമ്പേഴ്സ്, നമ്പർ പാറ്റേൺസ് ഓഫ് ട്രയാങ്കുലർ നമ്പേഴ്സ് ആൻഡ് ദ സ്ക്വയർ നമ്പേഴ്സ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് 1 3 6 10. ഇതാണ് ഇവിടെ പാറ്റേൺ ആയിട്ട് വന്നിട്ടുള്ള ട്രയാങ്കുലർ നമ്പേഴ്സ്. 1 + 2 3, 1 + 2 + 3 6 വരും. പിന്നെ 1 + 2 + 3 + 4 10 വരും. ഇനി 1 + 2 നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് അടുത്ത പാറ്റേണിലുള്ള നമ്പറാണ്. അപ്പോൾ 1 + 2 + 3 + 4 + 5 15 വരും. പിന്നെ അങ്ങനെ നമുക്ക് നമ്പേഴ്സ് 6 വരും. അതിനനുസരിച്ചിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആൻഡ് റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ ഓഫ് സ്ക്വയർ നമ്പർ. ഇതാണ് സ്ക്വയർ വരുന്നത്, സ്ക്വയർ നമ്പേഴ്സിൽ വരുന്നത്
1 + 3 + 5 + 7 + 9. ഈ ഒരു പാറ്റേണിൽ 25 ആണ് വരിക. 1 2 3 4 5 5 നമ്പർ ആകുമ്പോൾ 5 സ്ക്വയർ വരും. റൈറ്റ് ദ നെക്സ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്ക്വയർ ട്രയാങ്കുലർ നമ്പർ എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഇതിപ്പോൾ 1 2 3 4 5 ഉണ്ടാകുമ്പം 5ൻ്റെ സ്ക്വയർ 25 ആണ്. അപ്പോൾ ഇതിനോട് 1 കൂട്ടുമ്പോൾ 6 സ്ക്വയർ വരും. 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ 36 വരും. വാട്ട് ഈസ് ദ 6 സ്ക്വയർ നമ്പർ എന്ന് പറയുമ്പോൾ 6 സ്ക്വയർ നമ്പർ എന്ന് പറയുമ്പോൾ അത് 10ൻ്റെ സ്ക്വയർ വരും. 10 നമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ 10ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 വരും. 6 സ്ക്വയർ നമ്പർ എന്ന് പറയുമ്പോൾ ഓരോന്നും നോക്കുക. ഇവിടെ സ്ക്വയർ നമ്പർ എന്ന് പറയുമ്പോൾ 1 2 3 4 ഇല്ലേ, ഇങ്ങനെ ഓരോരോ നമ്പറിനിടയിൽ വരുന്നത് നോക്കുക. വാട്ട് ഈസ് ദ 6th സ്ക്വയർ നമ്പർ? 100. വാട്ട് ഈസ് ദ സ്പെഷ്യൽ അബൌട്ട് ദ സം ഓഫ് 2 അഡ്ജസൻറ്റ് ട്രയാങ്കുലർ നമ്പർ? അത് സ്ക്വയർ നമ്പറാണ് ആൻസർ വരിക എന്നുള്ളതാണ്. അബൌട്ട് ദ സം ഓഫ് 2 അഡ്ജസൻറ്റ് ട്രയാങ്കുലർ നമ്പർ. അപ്പോൾ 1 + 4 1 + 3 4 ആണ് വരിക. സ്ക്വയർ നമ്പർ 2 സ്ക്വയർ വരിക. 3 + 6 3 + 6 9 വരും. 3ൻ്റെ സ്ക്വയർ ആണ്. 6 + 10 16 4 സ്ക്വയർ ആണ്. അപ്പോൾ ഇതാണ് പറയുന്നത്. അപ്പോൾ സ്ക്വയർ നമ്പറാണ് ആൻസർ വരിക. അപ്പോൾ നമ്മളിത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കാം. ഇതേ മോഡലിൽ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇതൊരു വെറൈറ്റി മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും ഇതിൻ്റെ ആൻസറൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കാം. അപ്പോൾ മോഡൽ എക്സാം എല്ലാവർക്കും നല്ലതാവട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൻ SLC എക്സാം അതിനേക്കാൾ ഉപരി നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.